ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ആവിയിൽ വേവിച്ചെടുക്കാവുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഴം നല്ലതുപോലെ ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഴമെല്ലാം നെയ്യിൽ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇതൊരു തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴത്തിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഏലക്കായും ജീരകവും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഴവും ജീരകവും ഏലക്കായും എല്ലാം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ വെള്ളത്തിൻ്റെ മയമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴത്തിൻ്റെയും തേങ്ങയുടെയും കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു പാൻ കൂടി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ പാത്രത്തിന് 1/4 പാത്രം സേമിയമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് സേമിയാണ്. അപ്പോൾ ഇത് നെയ്യിലേക്ക് പിടിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് സേമിയമല്ലെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഇനി സേമിയത്തിലേക്ക് നെയ്യെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പാത്രത്തിന് തന്നെ 1/4 പാത്രം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ സേമിയത്തിൻ്റെ അതേ അളവിൽ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് സേമിയം വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ സേമിയമെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അച്ച് ശർക്കര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ ശർക്കരയിൽ ഒട്ടും അഴുക്കൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സേമിയത്തിലേക്ക് ശർക്കരയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെയും പഴത്തിൻ്റെയും കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സേമിയവും തേങ്ങയും പഴവും ശർക്കരയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാട്ടിയെടുത്ത വാഴയിലയാണ് കേട്ടോ ആവശ്യം. അതിലേക്ക് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയത്തിൻ്റെയും തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം വാഴയിലയൊന്ന് മടക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഞാനിത് ആവി കൊള്ളിച്ചെടുക്കുകയാണ്. ആവി കൊള്ളിച്ചെടുത്താൽ ഈ പലഹാരം നല്ല സോഫ്റ്റ് ആയിരിക്കും. അതോടൊപ്പം ഇലയുടെ രുചിയും കിട്ടുമല്ലോ. ഇനി ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തട്ട് വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പലഹാരം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം ആവി കൊള്ളിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് കൊണ്ടൊന്ന് അടച്ച് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരത നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം.